ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? എന്തൊക്കെയാണ് ഭൂമിയുടെ അടിയിലുള്ളത് അല്ലേ? വാട്ട് ആർ ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് അല്ലേ? എന്തൊക്കെയാണ് 3 ലെയേഴ്സ് ഉണ്ട് പഠിച്ചു അല്ലേ? ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ പഠിച്ചു, മാഗ്മ പഠിച്ചു അല്ലേ? അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയാണെന്നറിയോ? റോക്സിനെ പറ്റി. എന്തിനെ പറ്റിയിട്ടാണ്? റോക്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ എന്താണ് റോക്സ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പാറകൾ അല്ലേ? ഇപ്പം കണ്ടിട്ടുണ്ടാവില്ലേ? ക്വാറി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ക്വാറിയിൽ പോയിട്ട് കല്ല് കൊണ്ടുവന്നിട്ടാണ് കെട്ടിടം പണികളൊക്കെ നടത്തുന്നത്. വലിയ വലിയ കല്ല് കൊണ്ടുവന്നിട്ടൊക്കെ പൊട്ടിക്കണ കാണാറില്ലേ നിങ്ങൾ? ചില വീട് പണിയൊക്കെ നടക്കുന്ന സ്ഥലത്ത്. അത് ഈ റോക്സ് നിന്ന് പൊട്ടിച്ചെടുത്ത കരിങ്കൽ കഷ്ണങ്ങളാണ്. അപ്പോൾ എന്താണ് റോക്സ് എന്നുള്ളത് നോക്കാം. എനി നാച്ചുറൽ മാസ് ഓഫ് മിനറൽ മാറ്റർ ദാറ്റ് മേക്സ് അപ്പ് ദ എർത്ത്സ് ക്രസ്റ്റ് ഈസ് കോൾഡ് റോക്ക്. അപ്പോൾ പ്രകൃതിദത്തമായി ഉണ്ടാവുന്ന മിനറൽ മാറ്റേഴ്സൊക്കെ കൂടിയിട്ട് ഒന്നിച്ച് ഭൂമിയുടെ ക്രസ്റ്റിൽ, നമ്മൾ പറഞ്ഞു അപ്പർ മോസ്റ്റ് ലെയറിനെ ക്രസ്റ്റ് എന്നാണ് പറയുക. ആ ക്രസ്റ്റിൽ ഫോം ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഓഫ് ഡിഫറെൻറ്റ് കളർ, സൈസ് ആൻഡ് ടെക്സ്ചർ. അപ്പോൾ ഈ റോക്സ് തന്നെ പല തരത്തിലുണ്ടാവും, പല നിറങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയും, എല്ലാ പാറകളും ഒരേപോലെയല്ല കാണാൻ, ഒരേ സൈസല്ല, അതേപോലെ ഒരേ ടെക്സ്ചറുമല്ല. മനസ്സിലായോ? ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റോക്സ് ആണ്. അതായത് എന്തൊക്കെ ടൈപ്സ് ആണ്? 3 ടൈപ്പ് ഉണ്ട്, പ്രധാനമായും 3 ടൈപ്പ് ഉണ്ട്. ഇഗ്നീഷ്യസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റമോർഫിക് റോക്ക്. അപ്പോൾ ഏതൊക്കെയാണ് 3 പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് റോക്സ്? ഇഗ്നീഷ്യസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റമോർഫിക് റോക്സ്. അപ്പോൾ ഇതിൽ ഇഗ്നീഷ്യസ് റോക്സിനെ എഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു 2, ദാറ്റ് ഈസ് ഇൻട്രൂസീവ് റോക്സ് ആൻഡ് എക്സ്ട്രൂസീവ് റോക്സ്. അപ്പോൾ ഇൻട്രൂസീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം ഇൻസൈഡ്. എക്സ്ട്രൂസീവ് എന്ന് പറയുമ്പോൾ എന്താ? പുറത്ത്, ഔട്ട്സൈഡ്. ഓക്കെ, സോ ദ റോക്സ് ഫോംഡ് ഇൻസൈഡ് ദ ക്രസ്റ്റ്. ക്രസ്റ്റിൻ്റെ ഇൻസൈഡ് ഫോം ചെയ്യുന്ന റോക്സിനെ എന്ത് പറയുന്നു? ഇൻട്രൂസീവ് റോക്സ് എന്ന് പറയുന്നു. റോക്സ് ഫോംഡ് ഓൺ ദ ക്രസ്റ്റ്, ക്രസ്റ്റിൽ പുറത്ത് ഫോം ചെയ്യുന്ന റോക്സിനെ എന്ത് പറയുന്നു? എക്സ്ട്രൂസീവ് റോക്സ് എന്നും പറയുന്നു. അപ്പം ഇനി എന്താണ് ഇഗ്നീഷ്യസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റമോർഫിക് റോക്സ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നേരത്തെ പറഞ്ഞു, ഈ ഇഗ്നീഷ്യസ് റോക്സിൽ നമ്മൾ മാൻറ്റിലിൽ എന്താ ഉള്ള റോക്സാണ് കംപ്ലീറ്റ് ആയിട്ട്. അവിടെയാണ് മോൾട്ടൻ മാഗ്മ ഉള്ളത് അല്ലേ? അപ്പം ഈ മാഗ്മ എന്താവുമോ അറിയോ? മാഗ്മ ചില നേരത്ത് അത് കൂളാവും, തണുത്ത് കഴിഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് ഉറച്ച് സോളിഡ് ഫോം ആവും. അങ്ങനെ ഉണ്ടാവുന്ന റോക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം മാഗ്മ കൂൾ ചെയ്ത് ഉണ്ടാവുന്ന റോക്ക് ഫോം ചെയ്യണേനെ പ്രൈമറി റോക്സ് എന്നും പറയും. അപ്പോൾ ഇഗ്നീഷ്യസ് റോക്സ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈമറി റോക്സ്. മനസ്സിലായോ? ഓക്കെ, ഇനി സെഡിമെൻ്ററി റോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെഡിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇതിൻ്റെ ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, ആ വെള്ളത്തിൽ 2 ഗ്ലാസ് എടുത്തു. 2 ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ ഷുഗർ ഇട്ടു അല്ലെങ്കിൽ സോൾട്ട് ഇട്ടു, ഒരു ഗ്ലാസ്സിൽ കുറച്ച് സാൻഡ് പാർട്ടിക്കിൾസ് ഇട്ടു. ഏതാണ് സോല്യുബിൾ? ഉപ്പിട്ടത്, സോൾട്ട് ഇട്ട വെള്ളം. സോൾട്ട് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സോല്യുബിൾ ഇൻ വാട്ടർ. സോൾട്ടിൻ്റെത് കാണാൻ പറ്റില്ല. അതേസമയം ആ കുറച്ച് സാൻഡ് പാർട്ടിക്കിൾസ് ഇട്ട ഗ്ലാസ് ഓഫ് വാട്ടറിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഇളക്കുമ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ കലർന്ന് ഇങ്ങനെ പൊന്തിയിട്ടൊക്കെ വരും. പക്ഷേ ആ ഇളക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താഴെ അടിയിൽ പോയിട്ട് സെറ്റിൽ ചെയ്യും, സെഡിമെൻ്റ് ആവും. അങ്ങനെ ഉണ്ടാവുന്ന റോക്സിനെയാണ് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഈ മണ്ണ് ഇങ്ങനെ ആരെങ്കിലും ഇട്ടിട്ട് സെറ്റിലാവുന്നതല്ല റോക്സ്. എങ്ങനെയാണ്
സെഡിമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ മണൽത്തരികളാവാം, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആവാം, കുഞ്ഞു കല്ലുകളാവാം. ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഭാഗത്ത് പോയി അടിഞ്ഞുകൂടി റോക്കാവണമെന്ന് നിങ്ങൾക്കറിയോ? അതിനും പ്രകൃതിയാണ്, നേച്ചറാണ് അത് നമുക്ക് ഹെൽപ്പ് ചെയ്യണത്. എങ്ങനെയാ? കാറ്റിലൂടെയും വെള്ളത്തിലൂടെയും. നല്ല ശക്തിയിൽ കാറ്റടിക്കുമ്പോൾ ഈ മണ്ണൊക്കെ ഇങ്ങനെ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പം നമ്മളൊക്കെ എന്താ ചെയ്യുക? വേഗം കണ്ണടയ്ക്കും അല്ലേ, പൊടി പെടാതിരിക്കാൻ. അങ്ങനെ കാറ്റടിക്കുമ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഈ മൺതരികളൊക്കെ പറന്ന് ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ അങ്ങോട്ട് പതിഞ്ഞ് അവിടെ ഇരിക്കും. മനസ്സിലായോ? അതേസമയം വെള്ളം ഫോഴ്സിൽ വരുമ്പോൾ എപ്പോഴും നല്ലോണം ഹെവി റെയിൻ ഉണ്ടാവുമ്പോൾ ശ്രദ്ധിച്ചറിയാം, അതിലെ മണൽത്തരികളും ചെറിയ ചെറിയ കല്ലും കട്ടകളും ഒക്കെ ഒഴുകി വരും. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ അതെല്ലാം പോയിട്ട് ഒരു സ്ഥലത്ത് ഒന്നിച്ച് അടിഞ്ഞുകൂടിയിട്ട് അതെന്ത് ചെയ്യും? അതവിടെ ഹാർഡൻ ആവും. അങ്ങനെ ഹാർഡൻ ചെയ്യുമ്പോൾ അങ്ങനെ ഓരോ ലെയർ ഫോം ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന ആ ലെയേഴ്സ് ഓഫ് റോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏതാ? മെറ്റമോർഫിക് റോക്സ് അല്ലേ. ഈ മെറ്റമോർഫിക് റോക്സ് ഉണ്ടാവുന്നത് എപ്പോഴും എങ്ങനെയൊക്കെ നല്ല ഹൈ ഹീറ്റും പ്രഷറും ഉണ്ടാവുമ്പോഴാണ് മെറ്റമോർഫിക് റോക്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് നോക്കാം എന്താണ് ഇഗ്നീഷ്യസ് റോക്സ് എന്ന് നോക്കാം. ഓക്കെ, സോ ഇഗ്നീഷ്യസ് റോക്സ്. When the molten magma cools it becomes solid. Rocks thus formed are called igneous rocks. They are also called as എന്താണ്? Primary rocks. Next one, sedimentary rocks. The sediments are transported and deposited by wind, water, etc. These loose sediments are compressed and hardened to form layers of rocks. These types of rocks are called sedimentary rocks. Now next comes the third type of rocks, that is metamorphic rocks. Rocks formed under high heat and pressure are called metamorphic റോക്സ്. ഓക്കെ, അപ്പോൾ ഇപ്പം മനസ്സിലായോ എന്താണ് മെറ്റമോർഫിക് റോക്സ്? 3 ടൈപ്പ് ഓഫ് റോക്സ് എന്ന്, അതിൻ്റെ കൂടെയുള്ള അതെങ്ങനെ ഫോം ചെയ്യണതെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ്? യൂസസ് ഓഫ് റോക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? യൂസസ് ഓഫ് റോക്സ് നമ്മളുടെ ഡെയിലി ലൈഫിലും കൂടി നമ്മൾ അവരെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, നമ്മുടെ പണ്ട് കാലത്ത് വീടുകളിലൊക്കെ ആട്ടുകല്ല്, അമ്മിക്കല്ല്, ഇതെല്ലാം റോക്സിൽ നിന്ന്, കരിങ്കല്ലിൽ നിന്ന് കൊത്തി ഉണ്ടാക്കിയ സാധനങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ ഈ കരിങ്കല്ലൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ പാറയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാവുന്നതിൽ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് യൂസസ് എന്നുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് യൂസസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. യൂസ്ഡ് ഫോർ മേക്കിംഗ് റോഡ്സ്. റോഡ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നു. യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹൗസസ് ആൻഡ് ബിൽഡിങ്സ്. അപ്പോൾ ഹൗസും ബിൽഡിങ്സും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് സാൻഡ് സ്റ്റോൺ. ഓക്കെ, യൂസ്ഡ് ഫോർ മേക്കിംഗ് സിമെൻറ്റ്. സിമെൻറ്റ് ഉണ്ടാക്കാനും ഇതൊന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഏത് സ്റ്റോണാണ് യൂസ് ചെയ്യുന്നത്? ലൈം സ്റ്റോൺ. യൂസ്ഡ് ഫോർ റൈറ്റിംഗ് പർപ്പസ്. എന്താണ്? നമ്മുടെ ചോക്ക്, ടീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ചോക്ക് കണ്ടിട്ടില്ലേ? വൈറ്റ് ചോക്ക് ഉണ്ട്, കളേർഡ് ചോക്സ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ റോക്സിൽ നിന്ന് കിട്ടുന്ന, അത് വേറെ കുറേ പ്രോസസ്സിലൂടെ കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഈ സാധനങ്ങൾ. ഓക്കെ, യൂസ്ഡ് ഫോർ ബാത്ത് സ്ക്രബ്, അതായത് പ്യൂമിക് സ്റ്റോൺ. ചിലവർ പ്യൂമൈസ് എന്ന് പറയും, പ്യൂമിക് സ്റ്റോൺ. ഓക്കെ, കാലിലൊക്കെ ഇട്ട് കാലിൽ വിള്ളലൊക്കെ വരുമ്പോൾ ഉരയ്ക്കാൻ യൂസ് ചെയ്യാൻ നല്ലതാണ് പ്യൂമിക് സ്റ്റോൺ. ഓക്കെ, നെക്സ്റ്റ് വൺ, യൂസ്ഡ് ഫോർ റൂഫിംഗ് മെറ്റീരിയൽ സ്ലേറ്റ്. ഈ സ്ലേറ്റ് നമുക്ക് വേറെ ഇതിന്, നമ്മൾ പണ്ട് സ്ലേറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ? സ്ലേറ്റ്സ് എഴുതി പഠിക്കാൻ സ്ലേറ്റ് പെൻസിലൊക്കെ ഇട്ട്, അതും ഒരു റോക്കിൻ്റെ ഒരു അടുത്ത ഫോം ഓഫ് റോക്കാണ്. മനസ്സിലായോ? കുറേ ഇതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞ് കിട്ടുന്നതാണ്
ഇത്. നൗ നെക്സ്റ്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്റ്റാച്യു, ഓർണമെൻറ്റ്സ് ആൻഡ് ഡെക്കറേഷൻ. അതാണ് മാർബിൾ. സ്റ്റാച്ചു ഉണ്ടാക്കാം, പിന്നെന്താണ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാം, പിന്നെന്താ ഡെക്കറേഷനും യൂസ് ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് മാർബിളിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ താജ്മഹൽ. താജ്മഹൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അറിയോ? വൈറ്റ് മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കംപ്ലീറ്റ് വൈറ്റ് മാർബിൾ. അതേസമയം നമ്മുടെ റെഡ് ഫോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നതോ റെഡ് സാൻഡ് സ്റ്റോൺ എന്നാണ് റെഡ് ഫോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയണത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ റോക്സിൻ്റെ യൂസസ്. അപ്പോൾ കണ്ടോ എന്തോരം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നേച്ചർ എന്തൊക്കെ നമുക്ക് തരുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള നേച്ചറിനെയാണ് നമ്മൾ ഡിസ്ട്രാക്റ്റ് ചെയ്യണത് അല്ലേ? അതിനെ ഉപദ്രവിക്കുക, അത് മാക്സിമം ഉപദ്രവം സഹിക്കാൻ വയ്യാണ്ടാവുമ്പോൾ ഫ്ലഡും എല്ലാം സംഭവിക്കും. ഇന്നലെ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ ന്യൂസിൽ, ഹിമാചലിൽ പെട്ടെന്ന് ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. എന്തുകൊണ്ടാണ്? ഈ അടിയിൽ നിന്ന് മണ്ണൊക്കെ ഇങ്ങനെ അവരെടുത്തെടുത്ത് ഇതാവുന്ന സമയത്ത് പെട്ടെന്ന് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും. കാരണം അത് ഒരു സാധനം നിൽക്കണമെങ്കിൽ അതിന് താഴെ ബേസ് നല്ല ഉറപ്പ് വേണമല്ലേ? അതില്ലാത്തതുകൊണ്ടാണത് എല്ലാം കൂടി അങ്ങോട്ട് പൊളിഞ്ഞ് താഴെ എത്തും. ഓക്കെ, നൗ യു ഹാവ് ലേൺഡ് അല്ലേ ബട്ടർഫ്ലൈ, ലൈഫ് സൈക്കിൾ ഓഫ് എ ബട്ടർഫ്ലൈ, വാട്ടർ സൈക്കിൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ലാസ്റ്റ് ഇതിൽ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? എക്കോസിസ്റ്റം പഠിച്ചു അല്ലേ? അതേപോലെ നമ്മുടെ റോക്കിനും എന്താണ് റോക്ക് സൈക്കിളുണ്ട്. ഓക്കെ, അതും ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് സ്റ്റക്കായാൽ അതെല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതെന്താണ് റോക്ക് സൈക്കിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് റോക്ക് സൈക്കിൾ? ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ റോക്ക് ഫ്രം വൺ ഫോം ടു അനദർ ഈസ് നോൺ ആസ് റോക്ക് സൈക്കിൾ. മനസ്സിലായി? ഒരു ഇതിന്ന് അവർ വേറൊരു ഇതിലേക്ക് മാറുന്ന സ്റ്റേജ്. അപ്പം നമുക്കറിയാം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ മാഗ്മയെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഗ്രീൻ ആരോസ് ആണ് ജനറലായിട്ടുള്ള റോക്ക് സൈക്കിൾ. ഓക്കെ, എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന റോക്ക് സൈക്കിൾ നമ്മുടെ ഗ്രീൻ ആരോസ് ആണ് ഡയഗ്രാമത്തിൽ. ഓക്കെ, അപ്പം മാഗ്മ എന്തായി മാറുന്നു? ആദ്യം മാഗ്മ കൂളാവുമ്പോൾ നമ്മൾ പറഞ്ഞു സോളിഡ് ഫോം ആവും. എന്നിട്ട് അത് എന്താ ഏത് റോക്കാവുന്നേ? ഇഗ്നീഷ്യസ് ആവും അല്ലേ? അപ്പോൾ ഈ ഇഗ്നീഷ്യസ് റോക്ക് എങ്ങനെ അത് ഫോം ചെയ്യും? അത് കഴിഞ്ഞിട്ട് എന്താണ്? ഈ കാറ്റും വല്ലാണ്ട് ഹീറ്റും അതെല്ലാം ഇതാവുന്ന സമയത്ത് ഈ ഇഗ്നീഷ്യസ് റോക്കൊക്കെ ഇങ്ങനെ പൊടിഞ്ഞൊക്കെ പോവും. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസൊക്കെ എന്താവും? അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിൻഡും വാട്ടറിലൂടെയും ഒക്കെ അതിങ്ങനെ പറന്നു പോയിട്ട് അത് എവിടെ പോയിട്ട് എന്ത് റോക്ക് ഫോം ചെയ്യും? സെഡിമെൻ്ററി റോക്ക് ഫോം ചെയ്യും അല്ലേ? സെഡിമെൻ്ററി റോക്ക് ഫോം ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? ആ സെഡിമെൻ്ററി റോക്സ് എന്താവും? പിന്നെയും ഈ ഇഗ്നീഷ്യസും സെഡിമെൻ്ററി റോക്സും വീണ്ടും ഹീറ്റിലൊക്കെ ഇതായിട്ട് കിടക്കുന്ന സമയത്ത് അവരെ ഹീറ്റും പ്രഷറൊക്കെ അതാവുന്ന സമയത്ത് എഗെയിൻ ഇറ്റ് ചേഞ്ചസ് ഇൻ ടു എന്തായിട്ട് മാറും? മെറ്റമോർഫിക് റോക്കായിട്ട് മാറും. ഓക്കെ, ഈ മെറ്റമോർഫിക് റോക്ക് എഗെയിൻ എന്താണ്? ഈ കംപ്രസ്ഡ് ആവും അല്ലേ? ഭൂമിയുടെ അടിയിലേക്ക് കുറച്ച് പോയിട്ടുണ്ടാവും. അപ്പം എന്താവും? അത് പിന്നെയും അണ്ടർ ഹീറ്റ് ആൻഡ് പ്രഷർ വീണ്ടും അത് ഉരുകി എന്തായിട്ട് മാറുന്നു? മാഗ്മയായിട്ട് മാറുന്നു. അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം മനസ്സിലായോ? അതേസമയം ഈ മാഗ്മ ഉണ്ടല്ലോ, മാഗ്മ പിന്നെ എന്താവും? എഗെയിൻ കൂൾ ഡൗൺ ആൻഡ് ഫോം ഇഗ്നീഷ്യസ് റോക്ക്. മനസ്സിലാവുണ്ടോ? ഇതിൽ പിന്നെ പെൻസിൽ കൊണ്ട് 2-3 ആരോസ് നിങ്ങൾ കണ്ടോ? ഈ ഇഗ്നീഷ്യസ് റോക്കും തിരിച്ചും മാഗ്മയാവാം. ഓക്കെ, ചൂടുകൊണ്ട് ചിലപ്പോൾ ഉരുകിയിട്ട് മാഗ്മയായിട്ട് ഫോം ചെയ്യാം. അറ്റ് ദ സെയിം ടൈം അണ്ടർ ഹീറ്റും പ്രഷറും ജാസ്തി ആവുന്ന സമയത്ത് മെറ്റമോർഫിക് ആവാം. ചിലപ്പോൾ ഈ മെറ്റമോർഫിക് റോക്ക് എന്തായിട്ട് മാറാം? സെഡിമെൻ്ററി ആവാം.
ഇതാണ് റോക്ക് സൈക്കിൾ. ഇപ്പം മനസ്സിലായോ എന്താണ് റോക്ക് സൈക്കിൾ? മാഗ്മ ചേഞ്ചസ് ഇൻ ടു ഇഗ്നീഷ്യസ് റോക്ക്, എഗെയിൻ ഇറ്റ് ചേഞ്ചസ് ഇൻ ടു അനദർ ഫോം സെഡിമെൻ്ററി റോക്സ്, എഗെയിൻ ഇറ്റ് ചേഞ്ചസ് ഇൻ ടു മെറ്റമോർഫിക് റോക്ക്. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? വെൻ മോൾട്ടൻ മാഗ്മ കൂൾസ് ഇറ്റ് സോളിഡിഫൈസ് ആൻഡ് ബിക്കം ഇഗ്നീഷ്യസ് റോക്ക്. Again this igneous rock broken down into small particles, it is transported by wind or water and deposited and form sedimentary rocks. When these igneous and sedimentary rocks are subjected to heat and pressure, they change into metamorphic rock. Again under great heat and pressure, it melt down to form molten magma. This molten magma again cool down and solidify to form igneous rock, and hence the rock cycle begins. So, have you understood? ഇതാണ് റോക്ക് സൈക്കിൾ. സോ ഇപ്പം മനസ്സിലായോ എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നടക്കണമെന്നുള്ളത്? അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ റോക്സ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? So that's the end of your second lesson inside our earth. Hope you all have understood. Okay, listen carefully, understand. So thank you children.